Hello everyone, welcome back to Vinny's Eduke. Today I'm going to explain the lesson Landscape of the Soul written by Nathalie Trouveroy. Okay, ഈ ലെസൺ വായിക്കുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷേ അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലായി കഴിയുമ്പോൾ അത് അത്ര ബുദ്ധിമുട്ടുള്ള ലെസൺ അല്ല. നാത്തലി ട്രോവറോയ് എന്ന് പറയുന്ന റൈറ്റർ വാസ് ആൻ ആർട്ട് ഹിസ്റ്റോറിയൻ. ഓക്കെ, ഈ ആർട്ട് അല്ലെങ്കിൽ പെയിൻറ്റിങ്സ് അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് അതിൻ്റെ പിന്നിലുള്ള ഹിസ്റ്ററി അതിൽ താല്പര്യമുള്ളൊരു വ്യക്തിയായിരുന്നു നാത്തലി ട്രോവറോയ്. അപ്പോൾ അവരുടെ ഒരു കാഴ്ചപ്പാടിൽ യൂറോപ്യൻ പെയിൻറ്റിങ്സ് ആൻഡ് ചൈനീസ് പെയിൻറ്റിങ്സിലുള്ള ഒരു ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു ലെസണിൽ ഡിസ്കസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ലെസൺ വായിച്ചതിൻ്റെ എക്സ്പ്ലനേഷനിലോട്ട് കടക്കാം. A wonderful old tale is told about the painter Wu Daozi, who lived in the 8th century. His last painting was a landscape commissioned by the Tang Emperor Xuanzong to decorate a palace wall. The master had hidden his work behind a screen so only the emperor would see it. For a long while, the emperor admired the wonderful scene, discovering forests, high mountains, waterfalls, cloud floating in an immense sky, men on hilly path, birds in flight. "Look, sir," said the painter, "in this cave at the foot of the mountain dwells a spirit." The painter clapped his hands and the entrance to the cave opened. The inside is splendid, beyond anything words can convey. Please let me show your majesty the way. So here the writer has started the lesson with a Chinese story. ഈ സ്റ്റോറിയിൽ പറയുന്നത് വു ഡാവോസി എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് വരച്ച ഒരു ലാൻഡ്സ്കേപ്പിനെ പറ്റിയാണ്. ടാങ് എംപറർ സുവാങ്സോങ് അദ്ദേഹത്തിൻ്റെ പാലസിലെ വാൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പെയിൻറ്റിങ് വരയ്ക്കാൻ പറഞ്ഞു ഡാവോസിയോട്. അദ്ദേഹം പെയിൻറ്റിങ് വരച്ചു. അത് ഒരു സ്ക്രീനിൻ്റെ ബാക്കിലായിട്ട് ആരും കാണാത്ത രീതിയിലാണ് വരച്ചത്. എംപററിനെ മാത്രം കാണിക്കണം, എംപറർ ആയിരിക്കണം ആദ്യത്തെ ആളത് കാണുന്നത് എന്നുള്ളൊരു സങ്കല്പത്തിൽ അദ്ദേഹം അത് ഒളിപ്പിച്ച് വെച്ച് വളരെ ഭംഗിയിൽ വരച്ച് എംപറർ വന്ന് കാണുമ്പോൾ എംപറർ അതിനകത്തെ വണ്ടർഫുൾ സീൻ admire ചെയ്യും. He discovers the forest that he had drawn, the high mountains, waterfalls, clouds floating in an immense sky. ആൾക്കാർ ഹിലി പാത്തിലൂടെ നടന്നു പോകുന്നത്, പക്ഷികൾ പറക്കുന്നത്, ഇതൊക്കെ അദ്ദേഹം ശ്രദ്ധിക്കും, എംപറർ ശ്രദ്ധിക്കും. അതിങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെയിൻറ്റർ പറയും, "സർ, ഇവിടെ നോക്കൂ, ഈ ഒരു ഗുഹയുടെ തൊട്ട് അടുത്തായിട്ട്, അതായത് ഈ ലാൻഡ്സ്കേപ്പിൻ്റെ ഏറ്റവും താഴെയിൽ, ആ മൗണ്ടൻ വരച്ചേക്കുന്നതിൻ്റെ ഒരു താഴ്വരയിൽ ഒരു കേവ് വരച്ചിട്ടുണ്ടായിരുന്നു." എന്നിട്ട് അദ്ദേഹം ആ കേവ് ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, "സർ, ഈ കേവിൽ ഒരു സ്പിരിറ്റ് ഉണ്ട്, ഒരു പ്രത്യേക എനർജി ഉണ്ട്." അതും പറഞ്ഞിട്ട് പെയിൻറ്റർ ക്ലാപ്പ് ചെയ്തു. ക്ലാപ്പ് ചെയ്തപ്പോൾ ആ കേവ് ഓപ്പണായി. ആ പിക്ചറിലെ കേവ് ഓപ്പണായപ്പോൾ ഡാവോസി പറയാണ്, ഇതിൻ്റെ ഉള്ളിൽ വളരെ ഭംഗിയുള്ളതാണ്, സ്പ്ലെൻഡിഡാണ്. വാക്കാൽ അത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റില്ല. വരൂ, ഞാൻ താങ്കൾക്ക് വഴി കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അദ്ദേഹം ആ കേവിൻ്റെ ഉള്ളിലോട്ട് കയറും. The painter entered the cave, but the entrance closed behind him, and before the astonished emperor could move or utter a word, the painting had vanished from the wall. Not a trace of Wu Daozi's brush was left, and the artist was never seen again in this world. So what happened? The moment he entered, the artist entered the cave's entrance closed. And before the emperor could realize what's happening, എന്താണ് സംഭവിക്കുന്നതെന്ന്
റിയലൈസ് ചെയ്യുന്നതിന് മുമ്പ് ആ പെയിൻറ്റിങ്ങും ആ വോളിൽ നിന്ന് ഡിസപ്പിയറായി. അതോടൊപ്പം തന്നെ വോ രുവാൻസി എന്നുള്ള ആ ഒരു ആർട്ടിസ്റ്റിനെയും പിന്നെ ആരും കണ്ടിട്ടില്ല. ഓക്കെ, ആൻഡ് ദിസ് വാസ് എ സ്റ്റോറി. ഇങ്ങനത്തെ ചൈനീസ് ക്ലാസിക്കൽ സ്റ്റോറീസ് ഉള്ള കൺഫ്യൂഷ്യസ് അല്ലെങ്കിൽ സുവാങ്സി എഴുതിയിട്ടുള്ള ബുക്സാണ് ചൈനയിൽ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി മാസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നത്. കാരണം ബിയോണ്ട് anecdote, beyond an account which is unreliable, they reveal a depth of things in those pictures. അവർ വരയ്ക്കുന്ന ആ ലാൻഡ്സ്കേപ്പിൽ നേച്ചറിൻ്റെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അത് കാണിച്ചാണ് അവിടുത്തെ കുട്ടികളെ അവിടുത്തെ മാസ്റ്റേഴ്സ് പഠിപ്പിക്കാറ്. സോ ദാറ്റ് children become mentally strong. Contrast to this story, or another famous one about a painter who wouldn't draw the eye of a dragon he had painted for fear it would fly out of the painting, with an old story from my native Flanders that I find most representative of Western painting. ഇതേപോലെ തന്നെ വേറൊരു ചൈനീസ് സ്റ്റോറി ഉണ്ട്. അതിനകത്തെ പെയിൻറ്റർ ജന്മം ചെയ്ത അദ്ദേഹം വരച്ചേക്കുന്ന ഡ്രാഗന് കണ്ണ് വരയ്ക്കില്ല. ചോദിച്ചാൽ പറയും, ഞാൻ കണ്ണ് വരച്ചാൽ ആ ഡ്രാഗൻ ഈ പെയിൻറ്റിങ്ങിൽ നിന്നും പറന്നു പോകും. ഈ രണ്ട് ചൈനീസ് സ്റ്റോറിയുടെ കോൺട്രാസ്റ്റിൽ നമ്മുടെ റൈറ്റർ അവരുടെ നാടായ ഫ്ലാൻഡേഴ്സിൽ, അതായത് യൂറോപ്പിൽ നടന്ന ഒരു വെസ്റ്റേൺ പെയിൻറ്റിങ്ങിൻ്റെ ബാക്കിലുള്ള ഒരു കഥയാണ് നമ്മളോട് ഇനി പറയാൻ പോകുന്നത്. In 15th century Antwerp, a master blacksmith called Quentin Metzys fell in love with a painter's daughter. The father would not accept his son-in-law in such a profession. So blacksmith ആയിരുന്ന ക്വിൻറ്റൻ മെറ്റ്സിസ് എന്ന് പറയുന്ന ഒരു യുവാവ് ഒരു പേരുകേട്ട പെയിൻറ്ററിൻ്റെ മകളുമായിട്ട് പ്രണയത്തിലായി. പക്ഷേ അച്ഛൻ ബ്ലാക്ക്സ്മിത്തായ ക്വിൻറ്റൻ മെറ്റ്സിസിനോട് കല്യാണത്തിന് വിസമ്മതം കാണിച്ചു. കാരണം അച്ഛന് ക്വിൻറ്റൻ്റെ പ്രൊഫഷനോട് താല്പര്യമുണ്ടായിരുന്നില്ല. So Quentin sneaked into the painter's studio and painted a fly on his latest panel with such delicate realism that the master tried to swat it away before he realized what had happened. So അച്ഛൻ പെയിൻറ്ററാണ് അറിഞ്ഞുകൊണ്ട് തന്നെ അച്ഛനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു? ക്വിൻറ്റൻ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ കയറിയിട്ട് അദ്ദേഹം വരയ്ക്കാൻ വെച്ചിരുന്ന ക്യാൻവാസിൽ നല്ലൊരു ഫ്ലൈ, ഒരു ഈച്ചയുടെ പിക്ചർ വരച്ചു വെച്ചു. ഓക്കെ, ആൻഡ് ദ പിക്ചർ വാസ് സോ റിയൽ ദാറ്റ് വെൻ ദ ഫാദർ entered his studio, he felt that actually an original fly is sitting on the canvas. ക്യാൻവാസിൽ ശരിക്കുള്ള ഈച്ചയാണ് ഇരിക്കുന്നതെന്ന് വെച്ച് ആൾ ആ ഈച്ചേനെ ഇങ്ങനെ കൈ കൊണ്ട് ആട്ടി ഓടിക്കാൻ നോക്കി. ഓക്കെ, Quentin was immediately admitted as an apprentice into his studio. അപ്പോൾ അത് ശരിക്കുള്ള ഈച്ചയല്ല, അത് അദ്ദേഹത്തിൻ്റെ മകൾ ഇഷ്ടപ്പെടുന്ന ക്വിൻറ്റൻ എന്ന യുവാവാണ് വരച്ചതെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ വിളിച്ച് സ്റ്റുഡിയോയിൽ ഒരു ട്രെയിനി ആയിട്ട് നിർത്തി. He married his beloved and went on to become one of the most famous painters of his age. ഈ ക്വിൻറ്റൻ ആണ് പിന്നീട് പെയിൻറ്ററിൻ്റെ മോളെ പ്രണയിച്ച പെണ്ണിനെ തന്നെ കല്യാണമൊക്കെ കഴിച്ച് പിന്നീട് ഒരു വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു പെയിൻറ്ററായിട്ട് മാറുന്നത്. These two stories illustrate what each form of art is trying to achieve: a perfect illusionistic likeness in Europe, the essence of inner life and spirit in Asia. So ഈ രണ്ട് പിക്ചേഴ്സ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് അത് രണ്ടിലും ഉള്ള വ്യത്യാസം. ഇപ്പോൾ യൂറോപ്യൻ പെയിൻറ്റിങ് അല്ലെങ്കിൽ വെസ്റ്റേൺ പെയിൻറ്റിങ്ങിനെ പറ്റി ഈ ഒരു കഥയിൽ പറഞ്ഞ എന്താണ്? ഇറ്റ് ഷോഡ് ആൻ ഇല്യൂഷൻ, അല്ലേ? ഉള്ളത് അവിടെ ഈച്ച ഇരിക്കുന്ന പോലെ ഒരു ഇല്യൂസീവായിട്ടുള്ളൊരു പിക്ചറാണ് വരച്ചത്. പക്ഷേ നമ്മൾ ചൈനീസ് സ്റ്റോറിയിൽ കണ്ടത് എന്താണ്?
എസൻസ് ഓഫ് ഇന്നർ ലൈഫ് ആൻഡ് സ്പിരിറ്റ്. അതായത് ആ ഒരു പിക്ചറിൽ നമ്മൾ നോക്കുമ്പം അതിനകത്ത് ജീവിതത്തിനെ പറ്റിയുള്ള യാഥാർത്ഥ്യങ്ങൾ, ജീവിതത്തിനെ പറ്റിയുള്ള ജീവിതത്തിൽ ആവശ്യമുള്ള എനർജി, അല്ലെങ്കിൽ ഒരു പ്രത്യേകതരം ഒരു ആകർഷണം, ജീവിതത്തിനോടുള്ള ഒരു സ്പിരിറ്റ് ആ പിക്ചേഴ്സിൽ, ആ ഒരു പെയിൻറ്റിങ്സിൽ കാണാൻ കഴിയും. അതായത് വെസ്റ്റേൺ ഈസ് മോർ പ്ലീസിങ് ടു ഐ, വെറാസ് ദി ചൈനീസ് ഈസ് മോർ creative, where you have to think and understand the concept drawn on the canvas. Okay. In the Chinese story, the emperor commissions a painting and appreciates its outer appearance, but the artist reveals to him the true meaning of his work. The emperor may rule over the territory he has conquered, but only the artist knows the way within. Let me show the way, the Deo, a word that means both the path or the method and the mysterious works of the universe. The painting is gone, but the artist has reached his goal beyond any material appearance. So ഇവിടെ ആ ഒരു ഫസ്റ്റ് പെയിൻറ്റിങ്, നമ്മൾ കഥ പറഞ്ഞ ഫസ്റ്റ് പെയിൻറ്റിങ്ങിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് തരുന്നത്. ഒരു എംപ്രർ ഒരു കൺട്രീനെ റൂൾ ചെയ്യുന്നുണ്ടെങ്കിലും, എംപ്രർ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നുണ്ടെങ്കിലും, ഒരു പെയിൻറ്റർ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് ആർട്ടിസ്റ്റിനെക്കാട്ടിലും കേമനാവില്ല. കാരണം ഒരു ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് രാജാവല്ലെങ്കിൽ പോലും ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഓരോ മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ മിസ്റ്റീരിയസ് കാര്യങ്ങളിനെ പറ്റി അറിവ് കൂടുതൽ, രാജാവിനെക്കാട്ടി കൂടുതൽ അറിവ് ഒരു പെയിൻറ്ററിനാണ്. അദ്ദേഹമാണ് എന്താണ് യൂണിവേഴ്സ്, എന്താണ് ജീവിത യാഥാർത്ഥ്യങ്ങൾ എന്ന് ഒരു രാജാവിന് പോലും മനസ്സിലാക്കാൻ വേണ്ടിയുള്ള വഴി തുറന്നു കൊടുക്കുന്നയാൾ. പെയിൻറ്റിങ് ഉണ്ടായിരുന്നില്ല, പക്ഷെ അദ്ദേഹം, ആ ഒരു പെയിൻറ്ററിന് ആൾ ഉദ്ദേശിച്ച ഒരു ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞിരുന്നു. എന്തായിരുന്നു ലക്ഷ്യം? ഒരു രാജാവിൻ്റെ മുമ്പിൽ ആ രാജാവിനെ അറിയിക്കുക, രാജാവ് നിങ്ങളാണെങ്കിൽ പോലും ഈ പ്രപഞ്ച സത്യങ്ങൾ നിങ്ങൾക്ക് അത്രയ്ക്ക് അറിയില്ല, അത് ഞാനാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ, എനിക്കാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. ആ ഒരു യൂണിവേഴ്സിൻ്റെ ട്രൂത്ത് മനസ്സിലാക്കിയ ആ ഒരു പെയിൻറ്റർ ആ യൂണിവേഴ്സിലോട്ട് തന്നെ ബ്ലെൻഡായിപ്പോയി. ഓക്കെ, സോ ഹീ ഈസ് ദ വൺ ഹു ഷോസ് ദ പാത്ത് ആൻഡ് ദ മെത്തേഡ് ആൻഡ് ദ മിസ്റ്റീരിയസ് വർക്ക്സ് ദാറ്റ് ആർ there in the universe to the king. A classical Chinese landscape is not meant to reproduce an actual view as would a Western figurative painting. അപ്പോൾ ഒരു ചൈനീസ് ലാൻഡ്സ്കേപ്പ് കണ്ടാൽ നമുക്കതൊരു ശരിക്കും ഒരു ആർട്ടിസ്റ്റ് നിന്നിട്ടൊരു ലാൻഡ്സ്കേപ്പ് നോക്കി വരച്ച പോലെ ഒരിക്കലും തോന്നില്ല. അത് കണ്ണിൻ്റെ കുളിർമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയേക്കുന്ന അപ്പുറം അതിൽ കുറേ മിസ്റ്ററീസ് ഒളിഞ്ഞിരിക്കുന്ന രീതിയിലാണ് ചൈനീസ് ലാൻഡ്സ്കേപ്പ് വരയ്ക്കുന്നത്. പക്ഷേ വെസ്റ്റേൺ ലാൻഡ്സ്കേപ്പ് അല്ലെങ്കിൽ ഒരു പെയിൻറ്റിംഗ് ആണെങ്കിൽ അത് ഫിഗറേറ്റീവ് പെയിൻറ്റിംഗ് ആണ്. അതായത് അത് മോഡേൺ ആർട്ടാണ്, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതിനകത്ത് അത്ര മിസ്റ്ററി ഒന്നും ഉണ്ടാവില്ല, എന്ത് കാണുന്നോ അത് വരയ്ക്കുന്നു. Whereas the European painter wants you to borrow his eyes and look at a particular landscape exactly as he saw it from a specific angle, the Chinese painter does not choose a single viewpoint. ഒരു വെസ്റ്റേൺ അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ പെയിൻറ്റർ എന്താണോ അദ്ദേഹം കണ്ടേക്കുന്നത് അതങ്ങനെ വരച്ച് വയ്ക്കും. നമ്മൾ അദ്ദേഹം വരച്ചേക്കുന്ന അദ്ദേഹത്തിൻ്റെ കണ്ണിലൂടെ തന്നെ കാണും, വേറെ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഒരു ചൈനീസ് പെയിൻറ്റിംഗ് കണ്ടാൽ ആ ചൈനീസ് പെയിൻറ്റിങ്ങിൽ പല പല വ്യൂവിലൂടെ നമുക്ക് ആ പെയിൻറ്റിങ്ങിനെ മനസ്സിലാക്കാൻ പറ്റും. കാരണം ആ പെയിൻറ്റർ ചൈനീസ് പെയിൻറ്റിങ്സ് വരയ്ക്കുമ്പോൾ അതിനകത്ത് കുറേ എംപ്റ്റി സ്പേസസ് ഉണ്ടാവും. ഓക്കെ, ആ എംപ്റ്റി സ്പേസസിലൂടെ നമ്മൾ ആസ് എ വ്യൂവർ അല്ലെങ്കിൽ ആസ് എ
സ്പെക്ടേറ്റർ അതിലൂടെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ ചില ക്രിയേറ്റിവിറ്റി അതിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ഇങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് പോയാൽ ഇത്, അങ്ങനെ പോയാൽ അത്. അപ്പോൾ നമ്മുടെ ഒരു വ്യൂ പോയിൻറ്റിലൂടെ നമുക്കത് കാണാൻ പറ്റും. നമുക്ക് എക്സാക്ട്ലി നമ്മുടെ പെയിൻറ്റർ വരച്ച അതേ വ്യൂ പോയിൻറ്റിൽ കാണണമെന്ന് നിർബന്ധം ഇല്ല. കാരണം അതിനകത്ത് അത്രയ്ക്ക് ഓരോ empty spaces ഉണ്ടാവും where we can create our own vision. Okay, his landscape is not a real one and you can enter it from any point, then travel in it. The artist creates a path for your eyes to travel up and down, then back again in a leisurely movement. So ചൈനീസ് പെയിൻറ്റിങ് സ്പെഷ്യലി ലാൻഡ്സ്കേപ്പ് ഒക്കെ വരയ്ക്കുമ്പോൾ അതിനകത്ത് നമുക്ക് കാണുന്ന ആളുടെ കാഴ്ചയിലൂടെ അതിൽ പല ക്രിയേറ്റിവിറ്റി സ്വയം നമുക്ക് മൈൻഡിൽ കൊണ്ടുവരാൻ പറ്റും. അല്ലാതെ പെയിൻറ്റർ വരച്ചേക്കുന്ന അതേ സാധനമല്ല നമ്മൾ ഒബ്സേർവ് ചെയ്യുന്നത്. നമ്മളുടെ ക്രിയേറ്റിവിറ്റിയിലൂടെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആ ഒരു പെയിൻറ്റിങ്ങിനെ ഇൻറ്റർപ്രറ്റ് ചെയ്യാം. ഏത് രീതിയിലും നമുക്ക് അതിനകത്ത് പല സാധനങ്ങളും കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. This is even more true in the case of horizontal scroll, in which the action of slowly opening one section of the painting, then rolling it up to move on to the other adds a dimension of time which is unknown in any other form of painting. ഇവിടെ നമ്മൾ പറയുന്നത് ഒരു you people have to just imagine that you have rolled a long calendar, for example. Suppose you have rolled a long calendar and you are unrolling it. Okay, so as you unroll, you will keep on looking at the things that are written over there. Okay, and then you keep on, if suppose you unrolled, you read that and you keep on rolling from the bottom in the reverse way, you would roll it. ഒരു ഇങ്ങനെ ചുരുട്ടി വെച്ചേക്കുന്ന ഒരു കാലണ്ടർ നമ്മൾ തുറക്കുമ്പോൾ മുകളിലത്തെ ഭാഗം കണ്ടു കഴിയുമ്പോൾ നമ്മളത് മെല്ലെ വീണ്ടും അത് മടക്കി പിന്നെ മെല്ലെ താഴോട്ട് വന്ന് ഫുൾ വായിച്ച് വീണ്ടും അതങ്ങ് റോൾ ചെയ്ത് വയ്ക്കും. ഓക്കെ, അപ്പോൾ കാഴ്ചക്കാരൻ്റെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ അയാൾക്ക് എത്ര നേരം അതിൽ നോക്കി എന്തെങ്കിലും കണ്ടുപിടിക്കണം, എത്ര നേരം അത് ഉപയോഗിക്കണം, എങ്ങനെയൊക്കെ അത് ഉപയോഗിക്കണം എന്നുള്ളത് ഒരു കാഴ്ചക്കാരൻ്റെ ഒരു റൈറ്റാണ്. ഓക്കെ, ചിലവർക്കത് ഒന്നും മനസ്സിലാവില്ല, അവർ പെട്ടെന്ന് റോൾ ചെയ്തങ്ങ് വയ്ക്കും. ചിലരും അത് ഓരോന്നും ശരിക്കും സ്ക്രൂട്ടിനി ചെയ്ത് നോക്കി വരുമ്പോൾ സമയം കൂടുതലെടുക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയും ചൈനീസ് പെയിൻറ്റിങ്ങിനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. This is even more true in the case of the horizontal scroll. Horizontal scroll എന്ന് പറഞ്ഞാൽ നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് തുറന്നു കൊണ്ടുവരിക, അല്ലെങ്കിൽ താഴേന്ന് മുകളിലോട്ട് തുറന്നു കൊണ്ടുപോവുക, ഏതാണെങ്കിലും. In which the action is slowly opening one section of the painting, then rolling it up to move on to the other side, adds a dimension of time which is unknown in any other form of painting. അതായത് ഞാൻ പറഞ്ഞു, ചില ആൾക്കാർക്ക് ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഹൊറിസോണ്ടൽ റോൾ തുറന്നിങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ പെയിൻറ്റിങ്ങിൽ വലിയ താല്പര്യമില്ലാത്ത ആളാണെങ്കിൽ എന്താണ്, പെട്ടെന്ന് ഇങ്ങനെ നോക്കിയിട്ട് അങ്ങ് മടക്കി വയ്ക്കും. പക്ഷേ പെയിൻറ്റിങ്ങിനോട് താല്പര്യമുള്ള ഒരാൾ അത് ശരിക്കും നോക്കി അതിൻ്റെ ഓരോ നുക്ക് ആൻഡ് കോർണർ നോക്കി അത് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ സമയം അയാൾ കൂടുതലെടുക്കും. ഓക്കെ, അതാണ് പറയുന്നത് ദ ഡൈമെൻഷൻ ഓഫ് ടൈം വുഡ് ഡിഫർ. It also requires the active participation of the viewer, who decides at what pace he will travel through the painting. എത്ര നേരം എടുത്താണ് ആ ഫുൾ റോള് കണ്ട് തീർക്കേണ്ടതെന്നുള്ളത് ഒരു വ്യൂവറിൻ്റെ മെൻറ്റൽ കണ്ടീഷൻ പോലെ ഇരിക്കും. ഇഷ്ടമുള്ളതാണെങ്കിൽ പതുക്കെ നോക്കും, ഇഷ്ടമില്ലാത്തതാണെങ്കിൽ പെട്ടെന്ന് മടക്കി വയ്ക്കും. A participation which is physical as well as mental. The Chinese painter does not want you to borrow his eyes. He wants you to enter his mind. The landscape is an inner one, a spiritual and conceptual space. ഇപ്പോൾ ചൈനീസ് പെയിൻറ്റേഴ്സിൻ്റെ പെയിൻറ്റിങ് അദ്ദേഹം നമ്മളോട് നമ്മുടെ വെറും പുറം കണ്ണുകൊണ്ട് കാണാണ്ട് അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന
യൂണിവേഴ്സൽ ട്രൂത്തിനെ കണ്ടുപിടിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള പെയിൻറ്റിങ്സ് ആണ്. The Chinese painter wants us to read his mind, all the things that he had in his mind while he was painting that particular picture. That should reach to the viewer എന്നുള്ള രീതിയിലാണ് ചൈനീസ് പെയിൻറ്റേഴ്സ് പെയിൻറ്റിങ് വരയ്ക്കുന്നത്. The landscape is an inner one, a spiritual and conceptual space. ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് വെറും ഒരു കുറച്ച് മരമോ അല്ലെങ്കിൽ ഒരു നദിയോ അല്ലെങ്കിൽ കുറച്ച് മൗണ്ടൻസോ അല്ല. അതിൻ്റെ ഉള്ളിൽ ഇന്നർ മീനിങ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ഒരു എനർജി ഉണ്ട്, ഒരു സ്പിരിറ്റ് ഉണ്ട്. ഓക്കെ, അത് conceptual space based on mental concept ആണ്. That is based on the mental concept, how you think about it, how you can be creative about it. അതിനെ ബേസ് ചെയ്തിട്ടാണ് ചൈനീസ് പെയിൻറ്റേഴ്സ് പെയിൻറ്റിങ്സ് ഉണ്ടാക്കുന്നത്. This concept is expressed as shanshui, literally mountain water, which used together represent the word landscape. So in Chinese language, the concept of landscape is called as shanshui, which means mountain water, kunnum vellavum, which is used together to represent the landscape. More than two elements of an image, these represent two complementary poles reflecting the Daoist view of the universe. അപ്പം മൗണ്ടൻ ആൻഡ് വാട്ടർ എന്നുള്ള രണ്ട് എലിമെൻറ്റ് അല്ലെങ്കിൽ രണ്ട് ഒരു ഇമേജ് മാത്രമല്ല അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് രണ്ട് കോംപ്ലിമെൻ്ററി പോൾസിനെയാണ്. അതായത് ഒന്നില്ലാതെ മറ്റൊന്നില്ല, അതുപോലെ രണ്ട് ധ്രുവങ്ങളെയാണ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ദ ഡെയോയിസ്റ്റ് വ്യൂ ഓൾസോ ഈസ് അബൌട്ട് ദ യൂണിവേഴ്സ്. എന്താണ് പറയുന്നത്? ദ മൗണ്ടൻ ഈസ് യാങ്, reaching vertically towards heaven, stable, warm and dry in the sun, while the water is yin, horizontal and resting on the earth, fluid, moist and cold. See, രണ്ടും വ്യത്യസ്ത ധ്രുവങ്ങളാണ്. ഒരെണ്ണം mountain, which is vertical in shape as if reaching towards heaven. It is stable, the mountain is always there, it is stable, it is warm and dry in the sun. Okay, whereas the second, the mountain is termed as yang, the second element is termed as yin. So mountain is masculine and yin is feminine. And what is yin's reference being given here? It is horizontal. So yin എന്ന് പറഞ്ഞാൽ water. Water means river that flows horizontally on the earth, and it is flowing on the earth. It is in the fluid format, it is moist and it is cool. Okay, so both mountain and water, they both are different from each other എന്നാണ് Chinese concept of landscape. Now if you see in this picture, you can easily get a clear-cut vision of what I just explained. Mountain on both the sides and river is flowing between them. The interaction of yin, the receptive feminine aspect of universal energy, and its counterpart yang, active and masculine, is of course a fundamental notion of Daoism. So ഞാൻ പറഞ്ഞു, yin എന്ന് പറയുന്നത് ഫെമിനിൻ ക്യാരക്ടറായിട്ടും യാങ് എന്ന് പറയുന്നത് മാസ്കുലിൻ ക്യാരക്ടറായിട്ടും ആണ് കണക്കാക്കുന്നത്. ദി ബോത്ത് ആർ കൗണ്ടർ പാർട്സ്. ഓക്കെ, ബട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക് ഒരു മൂന്നാമത്തെ എലിമെൻ്റ് ഉണ്ട്. ഓക്കെ, ഇഫ് യു സീ ദ പിക്ചർ, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് we can see there is a space in between these mountains and the river flowing. Okay, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു third element ഉണ്ട്, the middle void. Void means the space, empty space. The middle void where their interaction takes place. ഈ മൗണ്ടൻ്റെയും റിവറും തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ നടക്കുന്ന ഒരു എംപ്റ്റി സ്പേസ് ഉണ്ട്.
Okay, this can be compared with the yogic practice of pranayama. Breathe in, retain, breathe out. The suspension of breath is the void where meditation occurs. So, through an example, the writer is explaining what is that middle void. When we do pranayama, we breathe in. നമ്മൾ ശ്വാസം അകത്തോട്ട് എടുക്കും, കുറച്ച് നേരം ശ്വാസം നമ്മൾ റീറ്റെയിൻ ചെയ്യും, എന്നിട്ട് നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യും. അപ്പോൾ ആ ശ്വാസം എടുക്കുന്നതിനെ വി ക്യാൻ കോൾ ആസ് മൗണ്ടൻ. റീറ്റെയിൻ ചെയ്യുന്നതാണ് നമ്മുടെ മിഡിൽ വോയിഡ്, എംപ്റ്റിനെസ്, വെയർ നോ ആക്ഷൻ ഇസ് ടേക്കിംഗ് പ്ലേസ്. ആൻഡ് ദെൻ വി ആർ റിലീസിങ് ദ ബ്രെത്ത്, ആൻഡ് ദാറ്റ് ക്യാൻ ബി ടേംഡ് ആസ് yin, water. Okay, so initially when you take breath, action is taking place. Then when you hold your breath, no action is there. Then again when you release your breath, again action takes place. So the middle portion is empty. That is where you get your meditation effect. Okay, so the middle void is essential. Nothing can happen without it. ആ ഒരു middle void ഇല്ലാണ്ട്, ആ ഒരു സസ്റ്റെയിൻമെൻറ്റ് ഓഫ് യുവർ ബ്രെത്ത് ഇല്ലാണ്ട് മെഡിറ്റേഷൻ ഒരിക്കലും കംപ്ലീറ്റ് ആവില്ല. ദാറ്റ് ഈസ് വാട്ട് ഗിവ്സ് ദ സ്ട്രെങ്ത് ടു യുവർ പ്രോസസ് ഓഫ് പ്രാണായാമ. Okay, so that middle void is essential and nothing can happen without it. Hence the importance of the white unpainted space in Chinese landscape. So I told you in Chinese landscape there are a lot of empty spaces which most probably they leave as white in color. So that is the middle void in that particular Chinese painting, where you have to bring your own creativity and combine and understand the universal mysteries hidden in that picture. This is also where man finds a fundamental role. So when a person looks at that picture as a spectator, he can get places where he can create his own things through his mental capability. In that space between heaven and earth, he becomes the conduit of communication between both poles of the universe. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഇടയ്ക്ക് മനുഷ്യൻ നിലകൊള്ളുന്നു. ആ മനുഷ്യനാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും കണക്റ്റിംഗ് പോയിന്റ്. His presence is essential, even if it's only suggested. Far from being lost or oppressed by the lofty peaks, he is, in Francois Cheng's wonderful expression, the eye of the landscape. Okay, so human beings are mortal, but as far as the mountains and the rivers are concerned, they are called immortal, because that is a part of nature and nature is immortal. So ഇവരുടെ presence താൽക്കാലികമാണെങ്കിൽ പോലും that presence is very important, because that is the eye of the landscape. ആ മനുഷ്യർക്ക് മാത്രമേ ഈ ലാൻഡ്സ്കേപ്പിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഭാഗമായിട്ട് മാറാൻ പറ്റുള്ളൂ. All the living things which are there, especially the human beings, they are the one who are the most important part in the landscape. Okay, so they are called the eye of the landscape. So ഈ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഡിസ്ക്രിപ്ഷനിലൂടെ what the writer wants to tell us is that it is our responsibility as human beings to maintain the serenity of earth, and we are the one who have to take care of the nature. That is what I feel the writer wants to tell us through this particular excerpt, Landscape of the Soul, Ethics and Spirituality in Chinese Painting, slightly edited. Okay, so it is slightly edited for a better understanding, and through this she wants to tell us that the human beings play a very important role in maintaining the universe or in maintaining the nature.
So here I am ending the first part of your lesson. I'll be continuing with the second part in the second video. Thank you.